ശബരിമല സ്വർണ്ണക്കൊള്ളയും ആന്റണി രാജുവിന്റെ അടിവസ്ത്രവും ചർച്ച ചെയ്ത കേരളത്തിന് മുന്നിലേക്ക് വളരെ പെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം എന്ന വാർത്ത വന്നു വീഴുന്നത്. ആദ്യം കേൾക്കുന്ന ആരും വിചാരിക്കും ഇന്നതാ അന്വേഷണം പൂർത്തിയാക്കി CBI അന്വേഷണം വിജിലൻസ് ശുപാർശ ചെയ്തതാണെന്ന്. ഏകദേശം 1 വർഷം മുൻപാണ് ഈ ശുപാർശ. അതായത് 1 വർഷം ഈ ശുപാർശയിൽ സർക്കാർ അടയിരുന്നു. ഇന്നത്തെ പ്രൈം സ്റ്റോറി പുനർജനിച്ചതിന് പിന്നിൽ ആരാണ്? നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. 2018 പ്രളയം കേരളം വലിയ പ്രതിസന്ധി നേരിട്ട കാലമാണ്. അന്ന് പറവൂർ MLA ആണ് VD സതീശൻ. പ്രളയം ആഞ്ഞടിച്ച സ്ഥലമായിരുന്നു പറവൂർ. ആ കാലഘട്ടത്തിൽ UK-യിൽ ബർമിംഗ്ഹാമിൽ ഒരു പരിപാടിക്ക് VD സതീശൻ പോയി. തന്റെ മണ്ഡലത്തിലെ ദുരന്ത ബാധിതർക്ക് സഹായം അഭ്യർത്ഥിച്ചു. ഇത് വസ്തുത. Around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families around the table. 500 പൗണ്ട് സമം 5 മനുഷ്യരുടെ ജീവിതം. ഇതായിരുന്നു ബർമിംഗ്ഹാമിൽ പോയി VD സതീശൻ പറഞ്ഞത്. തന്റെ മണ്ഡലത്തിലെ മനുഷ്യർ പ്രയാസം നേരിട്ടപ്പോൾ ഒരു MLA ചെയ്യേണ്ടതല്ലേ VD സതീശൻ ചെയ്തത്? 1 പൈസ പോലും VD സതീശന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. ഇത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ വിജിലൻസിന്റെ കണ്ടെത്തലാണ്. വിജിലൻസ് 4 കൊല്ലത്തിന് മുകളിൽ അന്വേഷിച്ച കേസാണിത്. എന്നിട്ട് എന്താണ് കണ്ടെത്തിയത്? VD സതീശനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നും കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞില്ല. വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി ഒരു അഴിമതിയും VD സതീശൻ നടത്തിയിട്ടില്ല എന്നും സതീശന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും വന്നിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വിജിലൻസിന്റെ കണ്ടെത്തൽ? നമുക്ക് അത് നോക്കാം. വിജിലൻസിന്റെ കണ്ടെത്തലുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 3 കാര്യങ്ങളാണ് വിജിലൻസ് പറയുന്നത്. 1, വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചാണ് വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, UK ആസ്ഥാനമായുള്ള NGO വഴി ഈ ലക്ഷങ്ങൾ മണപ്പാട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് എത്തിയതായും അന്വേഷണ സംഘം പറയുന്നു. 3, 2010 വിദേശ സഹായ നിയന്ത്രണ നിയമത്തിന്റെ ലംഘനമാണിത്. ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നതിനാൽ CBI ആണ് ഇത് അന്വേഷിക്കേണ്ടതെന്നും വിജിലൻസ് ശുപാർശ ചെയ്യുന്നു. പ്രളയകാലം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. പ്രവാസി മലയാളികളിൽ നിന്ന് സഹായം തേടാൻ നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകിയില്ല. ചട്ടലംഘനം എന്നാണ് കേന്ദ്രം പറഞ്ഞത്. ആ സമയത്താണ് VD സതീശൻ വിദേശത്ത് പോയതും ഈ അഭ്യർത്ഥന നടത്തിയതും. ഇതിൽ FEMA ചട്ടലംഘനമുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതായത് FCRA സെക്ഷൻ 3(2)(a). എന്താണ് ഈ ആക്ട് പറയുന്നത്? FCRA ആക്ട് prohibits any person resident in India from accepting foreign contributions on behalf of certain prohibited individuals or political parties, specifically those listed in section 3 like election candidates, judges, government servants and political office bearers. ഇതാണ് FCRAയുടെ ചട്ടം എന്ന് പറയുന്നത്. VD സതീശന് വിദേശത്ത് പോയി പണം പിരിക്കാൻ അനുവാദം കിട്ടിയിട്ടില്ല, അനുവാദം ചോദിച്ചിട്ടുമില്ല. പക്ഷെ VD സതീശൻ വിദേശത്ത് പോയി പണം അഭ്യർത്ഥിച്ചു. പണം കേരളത്തിലേക്ക് വരികയും ചെയ്തു. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി. ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ്, തിരുവനന്തപുരത്തുകാരി. അവരാണത് ഹോസ്റ്റ് ചെയ്തത്. ആ പരിപാടി അവരാണ് നടത്തിയത്. വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി. അവരെല്ലാം അവിടെ അങ്ങനെയാണ് നടന്നത്, സ്പോൺസർമാർ. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലണ്ടനിൽ പ്രസംഗിച്ച രഹസ്യമായിട്ടാണ് ലണ്ടനിൽ ബർമിംഗ്ഹാമിൽ പോയി ഞാൻ സംസാരിച്ചത്. ആ സ്ത്രീ ഇവിടെ തിരിച്ചെത്തി. അവരവിടെ നിന്ന് കളക്ട് ചെയ്ത പണം ചെക്കായിട്ട് ഇവിടെ വിതരണം നടത്തി ടൗൺ. പക്ഷേ വന്ന ഈ പണത്തിൽ 1 രൂപ പോലും VD സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതാണ് വസ്തുത. വിജിലൻസ് മേധാവി തന്നെ അന്വേഷിച്ച FCRA ചട്ടലംഘനമില്ല എന്ന റിപ്പോർട്ട് കേരള സർക്കാരിന് നൽകിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ മുന്നിലുണ്ട് ആ റിപ്പോർട്ട്. ഇനി ഇന്നലെ പുറത്തു വന്ന ആദ്യത്തെ പേജ് CBI അന്വേഷണം വേണമെന്ന ശുപാർശ. അതെന്നാണ് സർക്കാരിന് മുന്നിലെത്തിയത്? 2025 ഫെബ്രുവരിയിൽ, അതായത് 11 മാസം പിന്നിടുകയാണ്. ഇത്രയും കാലം എന്തുകൊണ്ടാണ് സർക്കാർ അനങ്ങാതിരുന്നത്? ഇപ്പോഴും ഈ ശുപാർശയിൽ CBI അന്വേഷണം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രിക്ക് മുന്നിലിരിക്കുന്ന ഫയലിലെ പേജുകൾ ഓരോന്നായി എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്ത് കിട്ടുന്നത്? പ്രതിപക്ഷ നേതാവിനെ സഹായിക്കുന്ന ആരാണ് ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നത്? കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ഇനി 100 ദിവസം തികച്ചില്ല. 1 വർഷം അടയിരുന്ന ഇന്ന് അനങ്ങുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലാതെ മറ്റെന്താണ്?
പുനർജനി പദ്ധതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തായിരുന്നു പുനർജനി പദ്ധതി? 2018 പ്രളയത്തിന് പിന്നാലെ തന്റെ മണ്ഡലമായ പറവൂരിൽ VD സതീശൻ MLA പ്രഖ്യാപിച്ച പദ്ധതി പുനർജനി. തകർന്ന വീടുകളുടെ പുനരുദ്ധാരണമായിരുന്നു ലക്ഷ്യം. പുനർജനി പദ്ധതിയിലൂടെ പ്രതിപക്ഷ നേതാവ് പറവൂരിൽ എന്ത് ചെയ്തു? എത്ര വീട് നിർമ്മിച്ചു? ആരെയൊക്കെ സഹായിച്ചു? പുനർജനി മോഡൽ ഇങ്ങനെ ഡോണറിൻ്റെ പൈസ മേടിച്ച് നേരിട്ട് ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്ന ഒരു മോഡലാണ്. അക്കൗണ്ട് ഇല്ലാത്ത മോഡലാണ്, ഫെസിലിറ്റേറ്ററാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം നിങ്ങൾ ആ ടേബിളിലിരിക്കുന്നവർ ഒരു 500 പൗണ്ട് തന്നാൽ അത് ഞങ്ങൾ ഇത്രയും പേർക്കായിട്ട് തയ്യൽ മെഷീൻ കൊടുക്കണമെങ്കിൽ ആ തയ്യൽ മെഷീൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്യും. മോഡൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാൻ 500 പൗണ്ട് ചോദിച്ചതായി. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബർമിംഗ്ഹാമിൽ പോയിട്ട് മൈക്കിൽ കൂടി 500 പൗണ്ട് സംഭാവന ചോദിക്കുമോ? അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ആ മോഡൽ ഇപ്പം നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്താണ് പുനർജനി മോഡൽ? അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ ഫെസിലിറ്റേറ്ററായിട്ട് ഡോണറിൻ്റെ കയ്യിൽ നിന്ന് ബെനിഫിഷ്യറിൽ. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ ഉഷ തയ്യൽ മെഷീൻ കമ്പനിയായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു 100 എണ്ണത്തിൻ്റെ പൈസ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ 110 മെഷീൻ തരാമെന്ന്. അപ്പം ഞാൻ ഒരാളിൽ നിന്ന് 100 മെഷീൻ്റെ പൈസ ഉഷയിൽ അടപ്പിക്കും. ഉഷ വന്ന് അസംബ്ലി ചെയ്യും. ഞങ്ങൾ 110 ബെനിഫിഷ്യറിയെ സർവേ കൂടി എടുക്കും. അങ്ങനെ ഞാൻ 2000-ഓളം മെഷീൻ കൊടുത്തു. 1800 കൊടുത്തു. പിന്നെ 1600 പേർക്ക് 5000 രൂപ 10000 രൂപ 50,000 രൂപ വെള്ളം കയറി നശിച്ചു പോയവർക്ക് കൊടുത്തു. എൻ്റെ അവിടുത്തെ സ്ഥിതി അറിയായിരുന്നല്ലോ. പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഇല്ല. ഞാൻ 50 ടൺ കാലിത്തീറ്റ കൊടുത്തു. ഞാൻ 48 അംഗൻവാടികൾ വെള്ളം കയറി നശിച്ചുപോയി. അത് മുഴുവൻ എല്ലാം പെയിൻറ് ചെയ്ത് വൃത്തിയുടെയൊക്കെ മാറ്റി അവിടെ ബുക്കും പേനയും പെൻസിലും കൂടെ കൊടുത്തു. കുട്ടികളുടെ നോട്ട് ബുക്ക് കഷ്ടപ്പെട്ടു. ടെക്സ്റ്റ് ബുക്ക് ഗവൺമെൻറ് കൊടുത്തു. 9000 കുട്ടികൾ. ഞാൻ ബാംഗ്ലൂരിൽ പോയി അന്നത്തെ റവന്യൂ മന്ത്രി ജോർജ് സാറിനെ കണ്ട് കർണാടകയിലെ ഒരു ബൈൻഡിങ് പ്രസിഡന്റ് ഗവൺമെൻറ്റിന് അവിടുന്ന് 1 ലക്ഷം നോട്ട് ബുക്ക് കൊണ്ടുവന്നു. 9000 പേർക്കും 10 നോട്ട് ബുക്ക് വെച്ച് കൊടുത്തു. 22 സ്കൂളിലെ ലാബ് ശരിയാക്കി. അത് വെള്ളം കയറുന്നതിന് മുമ്പ് 25 ലാപ്ടോപ്പ് ഉണ്ടായിരുന്നിടത്ത് 30 ആക്കി കൊടുത്തു. എല്ലാ ലൈബ്രറിയും ശരിയാക്കി കൊടുത്തു. അടുത്ത ആരോപണം നീണ്ടത് മണപ്പാട് ഫൗണ്ടേഷന് നേരെയാണ്. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിന് പുറമെ NGOക്കെതിരെയും CBI അന്വേഷണത്തിന് ശുപാർശ എന്ന പേജാണ് ഇന്ന് ലീക്കായി പുറത്തുവന്നത്. മണപ്പാട് ഫൗണ്ടേഷൻ ചെയർമാന്റെ പണപ്പിരിവിൽ ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉടൻ വന്നു മണപ്പാട് ഫൗണ്ടേഷന്റെ മറുപടി. അതെല്ലാം 3 മാസം കൂടുമ്പോഴും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. അതെല്ലാം ഞങ്ങൾ സുതാര്യമായി കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതിൽ ഒരു ന്യായ പൈസയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ FCRAയിൽ ഞങ്ങൾ ക്വസ്റ്റ്യനബിളാണ്. 2018 നടന്നതിന് ശേഷം 2021 എൻ്റെ FCRA വീണ്ടും റിന്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാൽ റിന്യൂ ചെയ്യില്ല അവർ. മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാം നടന്ന നിലക്ക് ഇനി എന്താണ് അതിൻ്റെ വയലേഷൻ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അതിന് ആൻസർ ചെയ്യാൻ തയ്യാറാണ്. നമുക്കെന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ അന്വേഷണത്തെ പറ്റി പേടിക്കേണ്ടേ ഉള്ളൂ. ഞാൻ പറയാം CBI അന്വേഷണം വേണമെന്ന അഭിപ്രായക്കാരനാണ്. ഞായറാഴ്ച പോലും വാർത്തകൾക്ക് അവധിയില്ല എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. ഇന്നലത്തെ ഞായറാഴ്ച ഈ വാർത്ത ചൂട് പിടിപ്പിച്ചു. പുറത്തുവന്ന ഈ വിവരങ്ങൾ. ഇന്നലത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് സമ്മിറ്റ് അങ്ങ് വയനാട് തുടങ്ങുന്നു. അതായത് നേതാക്കളെല്ലാം ഒരിടത്ത്, ഒരു കുടക്കീഴിൽ. മാധ്യമങ്ങൾ കാത്തിരുന്നു പ്രതികരണത്തിനായി. പല കാര്യങ്ങളിൽ പല വഴിക്ക് പിരിഞ്ഞ നേതാക്കൾ ഒറ്റക്കെട്ടായി. പരിഹാസമായിരുന്നു പ്രതിപക്ഷ നേതാവിന്. കുഴപ്പം പിടിച്ച് എന്തെങ്കിലും ഫൈറ്റിംഗ് ഉണ്ടെങ്കിൽ MV ഗോവിന്ദൻ പറഞ്ഞവരെ CBIക്ക് വിടട്ടെ. CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRA വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്ന് കൂടി ഒന്ന് പറഞ്ഞേ. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നിരന്നു നിന്നങ്ങ് പറഞ്ഞു ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന്. എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിൻ്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചതിന് നിലനിൽപ്പില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ച് ഉപേക്ഷിച്ചതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിൻ്റെ ഇൻറ്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളിലെ ജനം മനസ്സിലാക്കൂലേ? പിണറായിക്ക് പറ്റാത്തേ ഉള്ളൂ. എങ്ങനെ മോഡിയെ സൂചിപ്പിച്ചിട്ട് ഭരണം നിലനിർത്താൻ പറ്റും? തെരഞ്ഞെടുപ്പ് അടുത്തല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അമിട്ടുകളൊക്കെ പൊട്ടും. വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാനല്ലേ. പിണറായി വിജയന്റെ ഓലപ്പാമ്പ് കണ്ട ഇവിടെ ആരും പേടിക്കാനില്ല. അതിന് വലിയ ഗൗരവത്തെ ഞങ്ങൾ എടുക്കുന്നില്ല. എന്താ വേണം ചെയ്തോട്ടോ. ഒരു ചുക്കും പൊരിക്കാൻ അവർക്ക് സാധിക്കില്ല. ശുദ്ധ അസംബന്ധമാണ് അവരുടെ അത്തരം കാഴ്ചപ്പാടുകൾ. ഇത് ഞങ്ങൾ ഇത് വള്ളിക്കാപട്ടണമല്ല. ഇവിടെ കോടതിയും
അവിടെ പോലീസും ഒക്കെ ഉണ്ട്, ന്യായാധിപന്മാരൊക്കെ ഉണ്ട്. അവിടെ വെച്ച് നമുക്ക് കാണാം.